എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് മുളപ്പിച്ച ചെറുപയറും കൂമ്പും ഇട്ടിട്ട് തോരനാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയായി അരക്കപ്പ് ചെറുപയർ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് കൂമ്പ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറുപയർ ഞാനൊരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. കൂമ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പച്ചമുളകും മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കുറേ മഞ്ഞൾപ്പൊടി വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ ചേർക്കുന്നത് ചെറിയ ഗ്ലാസ്സിന് ഒരര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടുപ്പിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ വിസിലെല്ലാം വന്ന് ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഊരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റിയെടുക്കാം. ഇത് കറക്റ്റ് വെന്തിന്. അങ്ങനെ പയർ വെന്തൊടിഞ്ഞിട്ടൊന്നുമില്ല, പയർ വെന്തൊടിയാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും. ഇത് നല്ല കറക്റ്റ് വേവായി. എന്നുവെച്ചാൽ ചില കുക്കറിൽ നല്ല ആവി വന്നിട്ട് വേഗം പോകും. അപ്പോൾ അങ്ങനത്തെ കുക്കറിൽ ഒരു വിസിൽ മാത്രം എടുത്താൽ മതി. ഇതിൽ 2 വിസിലെടുക്കുമ്പം കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ആ വെള്ളം ഒന്ന് വറ്റിയെടുക്കട്ടെ. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, നല്ല വേറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇതിൽ ഇടിച്ച മുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ചെറുപയർ മുളപ്പിച്ച തോരൻ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.